വീണ്ടും ബിജെപി ഗാന്ധിമുക്ക് വാർഡിന്റെ നായികയായി തിരിച്ചു വരും. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര നഗരസഭയിലെ 19 വാർഡുകളിലെ NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചു. ആ പട്ടികയിൽ തന്നെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള, നമ്മുടെ കഴിഞ്ഞ തവണ ഈ വാർഡിന്റെ കൗൺസിലറായി ഈ വാർഡിനെ നയിച്ചിട്ടുള്ള, ഈ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ തരത്തിലും ഒരു കൂടപ്പിറപ്പായി കൂടെ നിന്നിട്ടുള്ള ശ്രീമതി ബിനി പി വീണ്ടും ജനവിധി തേടാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആദ്യഘട്ടം എന്ന തലത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുമ്പുള്ള 10-35 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലിരുന്ന, അല്ലെങ്കിൽ ഇടതും വലതും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഗാന്ധിമുക്ക് ഡിവിഷനിലെ ജനങ്ങൾ, ആ പ്രിയപ്പെട്ട വോട്ടർമാരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പം അത്രയും വർഷത്തെ ഇടത് വലത് ഭരണങ്ങൾ മടുത്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ജനക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ 2014 മുതൽ ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയത്തിലൂടെ, വികസിത ഭാരതം എന്ന ആശയത്തിലൂടെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ, ആ സർക്കാരിൻ്റെ പദ്ധതികൾ എല്ലാം ഈ നാട്ടിലെ ജനങ്ങളിലോട്ട് എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലറായിട്ടുള്ള നമ്മുടെ ബിനി ചേച്ചി ചേച്ചിയുടെ പരമാവധി ശ്രമിച്ചുകൊണ്ട് വാർഡിലെ എല്ലാ ജനങ്ങളിലോട്ടും ആ കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ, സ്ത്രീ ജനങ്ങൾക്കുള്ള ജൻധൻ യോജന അക്കൗണ്ടിലൂടെ കിട്ടുന്ന വരുമാനമായിക്കോട്ടെ, നമ്മൾ ഗർഭിണികൾക്ക് ആദ്യത്തെ പ്രസവത്തിൽ ലഭിക്കുന്ന 6000 രൂപ ആയിക്കോട്ടെ, ഗ്യാസ് കണക്ഷൻ ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആവാസ് യോജന, അങ്ങനെ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് നമ്മൾ എല്ലാ ജനങ്ങളിലോട്ടും എത്തിച്ചിട്ടുള്ളത്. അതിൽ പ്രധാന പങ്കാണ് നമ്മുടെ കൗൺസിലർ വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ജനക്ഷേമ പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ കഴിഞ്ഞ തവണ പൂർണ്ണമായും വിധി എഴുതി ഇടതും വലതും മതിയാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ നമ്മുടെ ബിനി ചേച്ചിയെ ജയിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും വികസന തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷം ചെയ്തതിൻ്റെ അംഗീകാരമാണ് നമുക്ക് വീണ്ടും ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ഒരു പറയാതെ നിർവാഹമില്ല, നഗരസഭയിൽ തന്നെ നമുക്ക് 5 കൗൺസിലർമാരുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭയിൽ ഒരു വികസനവും കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. ഒരു വികസനം, തെരുവ് വിളക്കുകൾ പോലും കത്തിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ശക്തമായ സമരങ്ങൾ, 5 ബിരിച്ചേച്ചി അടക്കമുള്ള 5 കൗൺസിലർമാർ അവിടെ റാന്തൽ വിളക്കുമായും കുത്തിയിരുന്നും പ്രതിഷേധിച്ചും ശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ബിരിച്ചേച്ചി അടക്കമുള്ള കൗൺസിലർമാർ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു വിജയമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വികസന തുടർച്ച ഈ വാർഡിലെ ജനങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നു. ഈ വാർഡിൽ നിലവിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA തന്നെ ഈ വാർഡ് നിലനിർത്തണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനൊരു മാറ്റവുമില്ല. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം വികസിത കേരളം, വികസിത കൊട്ടാരക്കര, വികസിത ഗാന്ധിമുക്കിൽ ഇനിയും വികസനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യണമെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ പദ്ധതികൾ ജനങ്ങളുടെ എത്തുവാൻ നമുക്കറിയാം, നമ്മൾ കേന്ദ്ര സർക്കാർ നിരവധി കാര്യങ്ങൾ, ഇപ്പോൾ തന്നെ 70 വയസ്സിൽ പുറത്തുള്ള അച്ഛന്മാർക്ക് അമ്മമാർക്കൊക്കെ ഇൻഷുറൻസ് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. അപ്പോഴും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിരിക്കുന്നത്. അത് അനുവദിക്കാൻ, അത് ആ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് അത് ലഭിക്കുവാൻ മുടക്കം വരുത്തുന്ന തരത്തിലുള്ള നിലപാടാണ് ഇവിടുത്തെ ഇടതും വലതും സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ആ വികസനങ്ങൾ, ആ ആനുകൂല്യങ്ങൾ, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങളോട് എത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി വന്നേ മതിയാകൂ. അതുകൊണ്ട് ഒരു സംശയവുമില്ല, കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൽ 3 ഇരട്ടിയായി ഒരു 100-150 വോട്ടിൽ പുറത്ത് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് ശക്തമായ തേരോട്ടം നയിച്ച് ഈ വാർഡ് നിലനിർത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് ബിനി ചേച്ചി വീണ്ടും ഈ വാർഡിലെ കൗൺസിലറായി വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബിനി ചേച്ചിക്ക് വേണ്ടി എല്ലാവരും, നമ്മുടെ പ്രവർത്തകർ എല്ലാവരും സജീവമായി ഇനിയുള്ള കുറച്ച് ദിവസം, നമുക്കറിയാം ഡിസംബർ 9 നമ്മൾ
നമ്മുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 13 നമ്മുടെ ഇലക്ഷൻ ഫലം വരും. ആ ഇലക്ഷൻ ഫലം വരുമ്പോൾ നമ്മൾ ഈ വാർഡിലെ വലിയൊരു ആഘോഷ പരിപാടി അത് ഇവിടെ തന്നെ നടത്താൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ പരിശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന്. കാരണം നമുക്കറിയാം ചേച്ചിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇനി ഒരുപാട് പറയാൻ എല്ലാവർക്കും അറിയാം. പ്രിയങ്കരിയാണ്. ഈ വാർഡിലെ ജനങ്ങളോടെല്ലാം ഒരു സഹോദരിയെ പോലെ ഒരു മകളായി എല്ലാ ഭവനങ്ങളിലും ഏത് സമയത്ത് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ കൂടെ നിന്നുകൊണ്ട് ആ കുടുംബാംഗത്തെപ്പോൾ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു കൗൺസിലർ ജനപ്രതിനിധി എന്ന രീതിയിൽ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും. വീണ്ടും അതേപോലെ ആ കുടുംബാംഗത്തെ പോലെ തന്നെ നിന്നുകൊണ്ട് വിനിച്ചേച്ചി വീണ്ടും ഈ സീറ്റിൽ ജയിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ചേച്ചി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കാര്യാലയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എനിക്ക് എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ പണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്നായിരുന്നു എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ ഇളയതാ അനീഷ്, എന്നാലും എൻ്റെ അനീഷ് ഇനി എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ ഈ രംഗത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സീറ്റ് തന്ന് എന്നെ ഈ വാർഡിലെ ഒരു അംഗമാക്കി നിർത്തി സ്ഥാനാർത്ഥിയാക്കി എന്നോടൊപ്പം നിന്ന് എല്ലാ ആൾക്കാരുടെയും കൂടെ നിന്ന് എന്നെ പരിചയപ്പെടുത്തി എന്നെ ഒരു കൗൺസിലറാക്കി തന്ന എൻ്റെ അനീഷ. അത് ഞാൻ അനീഷിനോട് അത് നന്ദി പറയുന്നു. അത് എനിക്ക് കൂടുതൽ പാർട്ടിയൊന്നും എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം കൂടുതൽ എല്ലാ കാര്യം പറഞ്ഞതെന്ന് എന്നെ ഇതുവരെ എത്തിച്ചത് അനീഷാണ്. അങ്ങനെ എനിക്ക് കൂടുതൽ ജനങ്ങളോട് കൂടെ നിൽക്കുന്ന വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും കൂടുതൽ ഇഷ്ടമാണ്. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അനീഷ് അവിടെ പാർട്ടി ഓഫീസിൽ വെച്ച് മീറ്റിങ്ങിന് പറഞ്ഞായിരുന്നു, നമുക്ക് നഗരസഭ പിടിക്കണം ചേച്ചി, എല്ലാവരും അതിന് നമുക്കെല്ലാവരും ഒത്തൊരുമയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ വാക്ക് പാലിച്ച് ഇന്ന് നമ്മുടെ ഭാഗം എല്ലാം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. 8 റോഡുകളോളം ചെയ്തു. പിന്നെ ആര് വിളിച്ചാലും ഏത് പാതിരാത്രി ആയാലും ഞാൻ എല്ലാ വീടുകളിലും എല്ലാവരോടൊപ്പം കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവരോടൊപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് എന്തായാലും ദൈവാധീനം കൊണ്ട് നമ്മുടെ വാർഡ് പിന്നെ വനിതയാവാനും ആ ഭാഗ്യം പാർട്ടി ഓഫീസിൽ എനിക്ക് തനിക്ക് പിന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഗാന്ധിമുഖ് വാർഡിലെ ജനങ്ങളോടാണ് എന്നെ ഇതുവരെ എന്നെ എത്തിച്ച ജനങ്ങളോട് ഇനിയും എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും ഞാൻ പറയുകയാണ്. ഏതായാലും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ശരിക്കും പിന്നെ ഫൈറ്റ് ഉണ്ടാവും. കാരണം CPIക്കാർക്ക് അവരുടെ സ്വന്തം വാർഡായിരുന്നു. ആ വാർഡ് നഷ്ടപ്പെട്ടതാണ്. അവരൊരിക്കലും കാരണം വിട്ടുകൊടുക്കത്തില്ല. അപ്പം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടാമോ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഈ വാർഡ് നമ്മുടെ BJP തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. പിന്നെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെത്തിക്കാൻ BJP വന്നേ പറ്റുള്ളൂ. അപ്പോൾ BJP വരുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത്. നമ്മൾ നാട്ടുകാരാണ്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കൊല്ലംകാരനാണ്. ഞാൻ ഇവിടെ വന്നു താമസമായി. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ നമ്മുടെ വാർഡിൽ നേരിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു തെരുവുകൾ കത്തുന്നില്ല എന്നുള്ളത് വെറുതെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോലെ ഉള്ളൂ. പിറ്റേന്ന് രാത്രി ഞാൻ നോക്കുമ്പോൾ അത് കത്തിയിരിക്കും. അത്രയ്ക്ക് എഫോർട്ട് എടുത്താണ് ചേച്ചി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടി ഈ പ്രാവശ്യം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, ചേച്ചി പൂർണ്ണമായിട്ടും നല്ല വിജയത്തോടുകൂടി കഴിഞ്ഞതിനെക്കാട്ടും അനീഷ് പറഞ്ഞതുപോലെ കുറച്ചുകൂടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് നല്ല ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കും. നല്ലൊരു വിജയത്തിനായിട്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കൗൺസിലറും സ്ഥാനാർത്ഥിയുമായ വിനീപിയെ എല്ലാവരും ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗാന്ധിമുഖ് വാർഡിൽ നിന്നും വിജയിച്ചു വന്നു. അതേ വിജയ തുടർച്ച ഇപ്രാവശ്യവും സംഭവിക്കട്ടെ. അതിനെ ബിനിക്കും അതുപോലെ തന്നെ മോദിജിയുടെ കരങ്ങൾക്കും ശക്തി കൂട്ടുവാൻ BJPക്ക് വോട്ട് ചെയ്യുവാൻ ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതരോടും എൻ്റെ ബന്ധുമിത്രാദികളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ബിനി വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നോക്കിക്കണ്ടിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മുന്നോട്ടും ടീച്ചർ ഇതേപോലെ തന്നെ കാര്യങ്ങളും ചെയ്ത് മുന്നേറണമെന്നാണ് എൻ്റെ ആശ. അതുകൊണ്ട് ഈ പ്രാവശ്യവും ജയിച്ച് മുന്നേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൗൺസിലർ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് എല്ലാവർക്കും അറിയാം. അപ്പം വീണ്ടും വളരെ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.